രാവിലെ നല്ല കിടിലം മഴയാണ്, രക്ഷയില്ലാത്ത മഴയാണ്. മഴ ഒന്ന് തുറന്നിട്ട് ഇറങ്ങിയതാ. വാങ്ങിച്ചേരണം. ഡേ 5 നേരെ എരുമേലിലേക്ക് ഒരു 11-12 കിലോമീറ്റർ. കറക്റ്റ് അവിടെ എത്തിയിട്ട് പറയാം. അന്നദാനം 1/2 കിലോമീറ്റർ 200-300 രൂപ ഉണ്ടോ? സമയം 7:10 അയ്യപ്പ സേവാ കേന്ദ്രത്തിൻ്റെ അന്നദാനം. ശരണയ്യപ്പ എരുമേലി എത്താനായിട്ട് ഒരു 4 കിലോമീറ്റർ കൂടി. നല്ല കിടിലം മഴ ചെയ്ത്, കിടിലം മഴ എന്ന് പറഞ്ഞാൽ കിടിലം മഴ. അതുകൊണ്ട് കെട്ടൊക്കെ ബാഗിലാക്കി, കെട്ടെല്ലാം ബാഗിലാക്കേണ്ടി വന്നു. നല്ല മഴയായിരുന്നു. ഇന്ന് കാട്ടി കയറും. കാളട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. എരുമേലിന് അങ്ങോട്ട് ഫുൾ കാനനവാടിയാണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഇടാം, 4ാമത്തെ വ്ളോഗായിട്ട്. അപ്പോൾ എരുമേലി എത്ര വരെ ഒരു മിനി വ്ളോഗായിരിക്കും, കാരണം അത് വേറെ കണ്ടൻ്റൊന്നുമില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ. കിടിലം മഴയാണ്, കിടിലം മഴ. ഒന്ന് തുറന്നപ്പോൾ അയ്യോ അതുപോലെ മഴ. റെയിൻകോട്ടും ഇട്ടപ്പോൾ ചൂട് ഡബിളായി. അന്യായ മഴ. ഞാനിപ്പോൾ മഴയത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിളിക്കാം. ഒരു ചുറ്റുപാപ്പ് ചെയ്യാൻ വരുന്നത്. ഞാൻ നടന്നാ വന്നേ അവിടെ. എത്ര വലിയ പെരുമഴയ്ക്ക് ശേഷം ഒരു തോർച്ചയുണ്ട്, ഒരു തെളിച്ചമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാ. പെരിയ മഴയായിരുന്നു. അങ്ങനെ ഫൈനലി എരുമേലി എത്തി. എരുമേലി എത്തി. തിരക്കില്ലല്ലോ ഏട്ടാ? അത് ഇവിടെ എത്തിയിട്ടില്ലേ? എത്തിയില്ലോ. അങ്ങടൊക്കെ ബാക്ക് നമ്മള് ബാക്കിലെ വന്ന് കയറിയേക്കണം. മഴയായിരുന്നു, മഴ, ഭയങ്കര മഴ. ആ കാണാണ് എരുമേലി ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് ചെല്ലും. ഫൈനലി നമ്മൾ എരുമേലി അമ്പലത്തിലെത്തി. എരുമേലി അമ്പലത്തിന് ബാക്കിലാണ് വന്നേക്കണം. ബാക്കിൽ വന്നിറങ്ങി. ഇവിടെ ഇതാണ് അമ്പലം. നമ്മളെ സ്ഥിരം ഇരിക്കാറ് അവിടെയാണ്. അവിടെ തന്നെ പോയി തുണയിരിക്കാം. ചെരുപ്പൂര് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഫ്രണ്ട് സൈഡ്. ഒരു ആവറേജ് തിരക്കുള്ളൂ കേട്ടോ, വലിയ തിരക്കില്ല. അതിനേക്കാളൊക്കെ നല്ല തിരക്കുന്നായിട്ടുണ്ട്. ഇതാണ് എരുമേലി. മരം വെട്ടിയതാ. നോക്കാം. ഇനി പേട്ട ഉള്ള കാണാം. എന്തൊക്കെ കാണാനുണ്ട്. നല്ല തിരക്ക്. ഫ്രണ്ടിലേക്ക് നല്ല തിരക്കുണ്ടല്ലോ. മഴയുണ്ട് കയറിക്കാന്ന്. ജനങ്ങള് കൺട്രോൾ ചെയ്യാൻ ഇവിടെ കൺട്രോൾഡ് ആവുള്ളൂ. കാരണം ഒരു അമ്പലവും പരിസരവും ഏറ്റവും വൃത്തികേട് എങ്ങനെ ആക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അണ്ണന്മാർ. ഇവർക്ക് വൃത്തിയില്ലാത്തത്. നമ്മുടെ ഏറ്റവും പുണ്യ പൂങ്കാവനായിട്ട് കണ്ടാണ് ക്ഷേത്രമാണ്. അവിടെ ഏറ്റവും കച്ചറയാക്കി വൃത്തിയുടെ രീതിയിൽ അവർ നടക്കുള്ളൂ. എല്ലായിടത്തും തുപ്പി ആകെ വൃത്തിയുടെ രീതിയിൽ പറഞ്ഞു തരില്ല. വീണ്ടും തെറ്റിപ്പോയി. ഞാൻ എന്തൊക്കെ തേങ്ങനെ പറഞ്ഞത്. ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ട ഉള്ളവരാട്ടോ കാണാൻ പോണേ.
വേണ്ടിയുള്ള ട്യൂണാണ്. എന്താ അങ്ങനെ എരുമേലി എത്തി. ഇനി പേരൂർത്തോട് കാളെത്തി. രാജാതിരാജനെ ആചാരമുണ്ട്. ആചാരവും അനുഷ്ഠാനങ്ങളും എല്ലാം പാലിക്കാനുള്ളതാണ്. പക്ഷെ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം. സൈഡിലൊക്കെ ഇതിനുള്ള കളവും കളപ്പം, മണി, ബെൽറ്റ്, പച്ചക്കറി, കാട്ടിക്കയറണ പച്ചക്കറി എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. മെഡിക്കൽ സ്റ്റോർ, ഉള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങോട്ട് കയറി കാട്ടി കയറുമ്പോൾ അടുത്ത എപ്പിസോഡാണ്. ബാച്ച് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു ബാച്ച് പോയി, അടുത്ത ബാച്ച് വന്നു, അടുത്ത ബാച്ച് പോയി, അടുത്ത ബാച്ച് വന്നു. ഓരോ ബാച്ച് കയറും. പോലീസ് ഇങ്ങനെ പട്രോൾ നടന്നുകൊണ്ടിരിക്കും, പട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെയാണ് പരമ്പരാഗത കാനന പാതയിലൂടെയാണ് പോകാൻ പോണത്. അതെ, ഈ വ്ളോഗ് ഇവിടെ തീരും. കാനനപാത സെപ്പറേറ്റ് ഒരു വ്ളോഗ് ആയിരിക്കും. ബാക്കിയുള്ള അയ്യപ്പന്മാരും കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, വേഗം വിട്ടോ. ഇപ്പൊ തീർന്നുള്ളൂ, ഇപ്പൊ തീർന്നു. ഊണ് നാട്ടിൽ നിന്ന് ഊണ് കൊണ്ടുവന്ന ഓൺലൈൻ ഉണ്ടല്ലേ. ഫുൾ മഴയാണ് കേസ്. ഫുൾ മഴ എന്ന് വെച്ചാൽ ഫുൾ മഴ, ഒരു രക്ഷയില്ല. ഇന്നത്തെ ദിവസം മൊത്തം മഴയാണ്. പേരൂർത്തോടെ എത്തി. ഇനി ഇവിടുന്ന് ഒരു അമ്പലമുണ്ട്, കാണിച്ചു തരാം. മഴയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും കാണിച്ചു തരാം. അത് കഴിഞ്ഞ് പിന്നെ കാട്ടിൽ കയറും. കാട്ടിൽ കയറിയാൽ പിന്നെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല. കാണിച്ചു തരാം. മുട്ടം മഴയാണ്, ഒരു രക്ഷയില്ല. പമ്പ റൈറ്റ് കണ്ട. ഇവിടുന്ന് കാനനപാത തുടങ്ങുകയാണ്, പരമ്പരാഗത കാനനപാത. സാധാരണ ഈ കടയിൽ കയറി നമ്മൾ ചാവടി കയറില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നുകൊണ്ട് ചോറുണ്ടിട്ട് നടക്കാൻ തുടങ്ങി. മൊത്തം മഴയാണ്. അന്തരീക്ഷം കണ്ട, ഫുൾ ഇരുണ്ട് കെട്ടി. ആ തമിഴ്നാട്ടിലെ കൊടുങ്കാറ്റും സൈക്ലോൺ വന്നതിൻ്റെയാണ്. ഇവിടെ നിന്ന് എന്തായാലും റൈറ്റ് കയറി അവിടെ കുറച്ച് നീങ്ങട്ടെ. നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ അപ്ഡേറ്റ്സ് തരാം. നമ്മളിരുന്ന് ഭക്ഷണം കഴിച്ചു കൊടുത്തുന്നത് 8.5 കിലോമീറ്ററാണ് കാളട്ടിലേക്ക്. കാളട്ടിൽ ശിവക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പം പോന്ന ഇതാണ് പരമ്പരാഗത കാനനപാത. ഇവിടെ കാനന വഴി ഇതായിട്ടില്ല, കാടായിട്ടില്ല. അതിന് മുമ്പത്തെ ഉള്ളൊരു ഏരിയയാണ്. ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക നമ്മൾ. മഴയുടെ ഒരു അതിപ്രസരം ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇനി ഒരു 8.5 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസം ഹോൾട്ട് അവിടെ എത്തും. ഹോൾട്ട് അവിടെയാണ്. വൈകുന്നേരം അവിടെ ദീപാരാധന തൊഴാൻ പറ്റുകയാണെങ്കിൽ തൊഴണം. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കുളിച്ചിട്ടില്ല. എരുമേലി കുളിക്കാൻ വെച്ചു, പക്ഷെ കുളിക്കാൻ പറ്റിയില്ല. ഒടുക്കത്തെ മഴയായിരുന്നു. പിന്നെന്താ, ഇപ്പോൾ സമയം ഏകദേശം 1:30-2 മണിയുണ്ട്. 1:30-2 ഇടയ്ക്ക് 1:30 മണിക്ക് നമ്മളവിടെ നടന്നു തുടങ്ങിയാൽ ഏകദേശം 2 മണിയുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.